ലോകകപ്പ് ഫുട്ബോളിലെ പ്രശസ്തമായ ട്രോഫി യഥാർത്ഥത്തിൽ പൂർണ്ണമായും സ്വർണ്ണമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാർ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ആ ട്രോഫിക്ക് പിന്നിൽ വിശ്വസിക്കാൻ കഴിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില സാങ്കേതിക വിദ്യകളും ഇതിന് പിന്നിലുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകകപ്പ് ട്രോഫി യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യകാല ലോകകപ്പായ ജൂൾസ് റിമെ ട്രോഫിയിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ട്രോഫിയിലേക്ക് ആദ്യത്തെ ലോകകപ്പ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകളുടെ വലിയൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ആളുകൾ കൂടുതൽ കാത്തിരിക്കുന്ന സമ്മാനമാണ് ലോകകപ്പ് ട്രോഫി. എന്നാൽ ഇവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ ട്രോഫി തന്നെയായിരുന്നോ ഈ ലോകകപ്പ് തുടങ്ങിയ സമയം ഉണ്ടായിരുന്നത്? എന്നാൽ ഉത്തരം അല്ല എന്നാണ്. ഇന്നത്തെ ട്രോഫിക്ക് മുമ്പ് ലോകകപ്പിൽ ഉപയോഗിച്ചിരുന്നത് റൂൾസ് റിമെ ട്രോഫി എന്ന പേരുള്ള ഒരു തരം ട്രോഫിയാണ്. ഫിഫയുടെ മുൻ പ്രസിഡന്റായ ജൂൾസ് റിമെയോടുള്ള ആദരവിന്റെ സൂചകമായിട്ടാണ് 1946 ഈ ട്രോഫിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നത്. കൂടാതെ ആ ട്രോഫിയിൽ വിജയത്തിന്റെ പ്രതീകമായ ഒരു ദേവതയുടെ രൂപവും ഉണ്ടായിരുന്നു. അന്നത്തെ അവകാശം അവർക്ക് ലഭിച്ചു. ഈ സമയത്താണ് ഫിഫക്ക് പുതിയൊരു ട്രോഫി നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നത്. ആധുനികവും അതുല്യവും ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ കായിക പുരസ്കാരത്തിന് അനുയോജ്യമായ ഒരു പ്രതീകമാണ് അവർ അന്ന് ആഗ്രഹിച്ചത്. ഇതിനായി 1971 ഫിഫ പുതിയൊരു ട്രോഫിയുടെ ഡിസൈനിനായി ഒരു അന്താരാഷ്ട്ര മത്സരം തന്നെ ഇതിനായി സംഘടിപ്പിച്ചു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ശില്പികളും ഡിസൈനർമാരും അവരുടെ മികച്ച ഡിസൈനുകൾ ഇതിനായി സമർപ്പിച്ചു. ആകെ 53 ഡിസൈനുകളാണ് ഫിഫക്ക് മുന്നിൽ എത്തിയത്. ഓരോ ഡിസൈനും വ്യത്യസ്തമായ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ചിലർ ഫുട്ബോളിന് പ്രാധാന്യം നൽകുമ്പോൾ മറ്റു ചിലരാണെങ്കിൽ വിജയത്തിനാണ് പ്രാധാന്യം നൽകിയത്. എന്നാൽ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഇറ്റാലിയൻ കലാകാരനായ സിൽവിയോ ഗസാനിക ഇതിൽ വിജയിച്ചു. അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രശസ്തമായ ഫിഫയുടെ വേൾഡ് കപ്പ് ട്രോഫി. നമ്മൾ പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ ഈ ട്രോഫി മനോഹരമായ ഒരു സുവർണ ശില്പം മാത്രമായിട്ട് തോന്നാം. എന്നാൽ ഇതിന്റെ ഓരോ ഭാഗത്തിന് പിന്നിലും പ്രത്യേക ഓരോ വലിയ അർത്ഥങ്ങളുണ്ട്. ട്രോഫിയുടെ മുകൾ ഭാഗത്ത് 2 മനുഷ്യരൂപങ്ങൾ നമുക്ക് കാണാനാകും. അവർ തങ്ങളുടെ കരുത്തിലൂടെയും വിജയത്തിലൂടെയും ഭൂമിയെ തലക്ക് മുകളിലൂടെ ഉയർത്തി പിടിച്ചിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ നേട്ടങ്ങളെയും പോരാട്ടങ്ങളുടെയും വിജയത്തിന്റെയും പ്രതീകമായിട്ടാണ്. ഈ ട്രോഫി ഒരിക്കലും ഏതെങ്കിലും സാങ്കല്പിക സൂപ്പർ ഹീറോയുടെ പ്രതീകമാകരുത്. മറിച്ച് ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ അസാധാരണമായ വിജയത്തിന്റെ പ്രതീകമാകണമെന്നായിരുന്നു ഡിസൈനറായ ഗസാനിക ആഗ്രഹിച്ചിരുന്നു. ട്രോഫിയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് പച്ച നിറത്തിലുള്ള മാലക്കൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കല്ലിന്റെ പച്ച നിറത്തെ സൂചിപ്പിക്കുന്നത് മൈതാനത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പുല്ലിനെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രോഫി വെറും ഒരു സമ്മാനം മാത്രമല്ല, മറിച്ച് മുഴുവൻ ഫുട്ബോൾ ലോകത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 36.8 സെന്റിമീറ്റർ ആണ്. ഇനി ഭാരം തൂക്കം പറയുകയാണെങ്കിൽ ഏകദേശം 6 കിലോഗ്രാം. അതുപോലെ ഇതിന്റെ പുറം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് 18 കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുമെങ്കിലും കയ്യിലെടുക്കുമ്പോൾ ഇതിന്റെ ഭാരം എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. ലോകകപ്പ് നേടിയ ശേഷം കളിക്കാർ ട്രോഫി ഉയർത്തി പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത് താരതമ്യേന ഭാരമേറിയ ഒരു ട്രോഫിയാണെന്ന് പലർക്കും അറിയില്ല. 2002 നൽകിയ ഒരു അഭിമുഖത്തിൽ സിൽവിയോ ഗസാനിക പറഞ്ഞത്, മനുഷ്യന്റെ വികാരങ്ങളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും വിജയഗാഥകളിൽ നിന്നുമാണ് ഈ ട്രോഫിയുടെ യഥാർത്ഥ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നതെന്നാണ്. എന്നാൽ ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ അദ്ദേഹം ഈ ട്രോഫിയുടെ ഡിസൈനർ ആയിരുന്നാലും അതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഫിഫയുടെ നിയമപ്രകാരം ട്രോഫിയുടെ എല്ലാ ഡിസൈൻ അവകാശങ്ങളും ഫിഫക്ക് മാത്രമുള്ളതാണ്. താൽക്കാലികമായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ട്രോഫിയുടെ ഡിസൈനർ ആയിരുന്നിട്ടും അദ്ദേഹത്തിന് അതിന്റെ ഒരു പകർപ്പ് അവകാശം പോലും ലഭിച്ചില്ല. വർഷം 2016 ഈ ഇതിഹാസ കലാകാരൻ അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു.
ലോകകപ്പ് ജയിക്കുന്ന ടീമിന് യഥാർത്ഥ ട്രോഫി എന്നേക്കുമായി സ്വന്തമായി ലഭിക്കുമെന്ന് നമ്മളിൽ പലരും കരുതുന്നുണ്ട്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നിലവിൽ യഥാർത്ഥ ട്രോഫി ഫിഫയുടെ വേൾഡ് മ്യൂസിയത്തിലാണ് സൂക്ഷിക്കുന്നത്. ലോകകപ്പ് ജയിക്കുന്ന ടീമിന് സമ്മാനദാന ചടങ്ങിൽ മാത്രമാണ് യഥാർത്ഥ ട്രോഫി കയ്യിൽ നൽകുന്നത്. ആ ചടങ്ങിന് ശേഷം അത് തിരികെ വാങ്ങും. പകരം ആ ടീമുകൾക്ക് അവർക്കായി പ്രത്യേകം നിർമ്മിച്ച കാണാൻ ഒറിജിനലിനെ പോലെ തോന്നുന്ന റെപ്ലിക്ക ട്രോഫിയാണ് സമ്മാനമായി നൽകുന്നത്. യഥാർത്ഥ ട്രോഫിയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ട്രോഫി നിർമ്മാണത്തിന്റെ ചെറിയൊരു രൂപം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി 3D മോഡലിംഗ്. ആദ്യം തന്നെ 3D ഡിസൈൻ അനുസരിച്ച് ഒരു വിശദമായ 3D ഡൈമെൻഷൽ മോഡൽ തയ്യാറാക്കുന്നു. രണ്ടാമതായി കൈവേലകൾ. ഇതിനുശേഷം വിദഗ്ധമായ തൊഴിലാളികൾ നേരത്തെ ഉണ്ടാക്കിയ ലോഹത്തിനു മേൽ കൈകൊണ്ട് വളരെ സൂക്ഷ്മമായ കൊത്തുപണികൾ നടത്തുന്നു. ഈ ഘട്ടത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് പോലും മുഴുവൻ ഘടനയെയും നശിപ്പിച്ചേക്കാം. അടുത്തതായി വരുന്നതാണ് പോളിഷിംഗ് വർക്ക്. തുടർന്ന് ട്രോഫിയുടെ ഉപരിതലം പ്രത്യേകം യന്ത്രങ്ങളുടെ സഹായത്തോടെ മിനുസപ്പെടുത്തുന്നു. ഇതിലൂടെ ട്രോഫിയെ കൂടുതൽ തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നു. അടുത്തതായി ഇതിനെ ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിനായി അൾട്രാസോണിക് ക്ലീനിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിനെ മുഴുവനായി വൃത്തിയാക്കുന്നത്. അടുത്ത ഘട്ടം ഗോൾഡ് പ്ലേറ്റിംഗ് സെറ്റ് ചെയ്യലാണ്. ഇങ്ങനെ അൾട്രാസോണിക് ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഏറ്റവും വിലപ്പെട്ട ഘട്ടം ആരംഭിക്കുന്നു. ട്രോഫിയുടെ പുറത്ത് വളരെ കൃത്യതയോടുകൂടി 18 കാരറ്റ് സ്വർണത്തിന്റെ പാളി പൂശുന്നു. റൗണ്ട് ഷേപ്പിലുള്ള എല്ലാ ഭാഗവും ഒരുപോലെ തിളക്കമുണ്ടെന്ന് ഈ സമയത്ത് ജോലിക്കാർ ഉറപ്പുവരുത്തുന്നു. അവസാനമായി ഇതിനെ ഒരു തവണ കൂടി ക്ലീൻ ചെയ്യും. അതിനെയാണ് ആൽക്കഹോൾ വാഷ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ആൽക്കഹോൾ അടങ്ങിയ ലായനിയിൽ ഇതിനെ മുക്കി വൃത്തിയാക്കുന്നു. ട്രോഫിയുടെ മുകളിൽ കാണപ്പെടുന്ന ഏതെങ്കിലും വിരൽ അടയാളങ്ങൾ, എണ്ണമയം അല്ലെങ്കിൽ ചെറിയ പൊടി പടലങ്ങൾ എന്നിവയെല്ലാം നീക്കം ചെയ്യാനാണ് ഇതിൽ ഇങ്ങനെ മുക്കി വെക്കുന്നത്. ഇതോടുകൂടി അവസാനത്തെ പരിശോധനയിലേക്ക് കടക്കുകയാണ്. എല്ലാം പൂർത്തിയായ ശേഷം വിദഗ്ധർ ട്രോഫിയുടെ ഓരോ കോണും ഓരോ വരകളും കൊത്തുപണികളും വളരെ സൂക്ഷ്മമായി ലെൻസുകൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നു. 100% പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ട്രോഫിക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. ലോകകപ്പ് ട്രോഫി സ്വർണം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് മാത്രമല്ല ഇത് ഇത്ര വിലപ്പെട്ടതാകുന്നത്. ഇതിന്റെ യഥാർത്ഥ മൂല്യം ഒളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ ചരിത്രത്തിലും അന്തസ്സിലും പ്രതീകാത്മക പ്രാധാന്യത്തിലുമാണ്. ലോകത്തിലെ കോടിക്കണക്കിന് ഫുട്ബോൾ കളിക്കാരുടെ സ്വപ്നങ്ങളും ദശലക്ഷക്കണക്കിന് കാണികളുടെ വികാരങ്ങളും ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ ഫുട്ബോൾ ചരിത്രവും ഈ ട്രോഫിയുമായി ഇന്നും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ യഥാർത്ഥ മൂല്യം ഇന്നും പണം കൊണ്ട് അളക്കാൻ കഴിയില്ലെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. മുമ്പ് പറഞ്ഞ ആദ്യകാലത്തെ ജൂൾസ് റിമെ ട്രോഫിയും ഇപ്പോഴത്തെ ലോകകപ്പ് ട്രോഫിയും തമ്മിൽ പ്രശസ്തത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ട്രോഫികൾ നേടിയിട്ടുള്ളത് ബ്രസീലാണ്. എന്നാൽ ആദ്യകാലത്തെ ട്രോഫിയായ ജൂൾസ് റിമെ ട്രോഫിയുമായി ബന്ധപ്പെട്ട് വളരെ രസകരവും നിഗൂഢതയുമായ ഒരു സംഭവമുണ്ട്. വർഷം 1966 ഇംഗ്ലണ്ട് ലോകകപ്പ് ആതിഥ്യം വഹിച്ചതോടുകൂടി ടൂർണമെന്റിന് തൊട്ടു മുമ്പ് ജൂൾസ് റിമെ എന്ന ട്രോഫി നിഗൂഢമായ രീതിയിൽ മോഷണം പോയി. ഇത് ലോകമെമ്പാടും പിന്നീട് വലിയ ചർച്ചാ വിഷയമായി മാറി. തുടർന്ന് 7 ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് ഡോഗിന് സഹായത്തോടു കൂടി ഇത് കണ്ടെത്തിയെങ്കിലും അതിന്റെ ചരിത്രം അവിടെ തീർന്നില്ല. 1970 ബ്രസീലിന് ഈ ട്രോഫി സ്ഥിരമായി നൽകിയപ്പോൾ അവരത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനത്താണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ വർഷം 1983 ഈ ട്രോഫി വീണ്ടും അവിടെ നിന്ന് മോഷണം പോയി. അതിനുശേഷം ഇന്നേ വരെ ആ ട്രോഫി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരുപക്ഷെ ഉരുക്കി വിറ്റിട്ടുണ്ടായിരിക്കുമെന്നാണ് പല ആളുകളും ഇതുമായിട്ട് അഭിപ്രായപ്പെടുന്നത്. ഫിഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ 3 ലോകകപ്പുകളിലെ ട്രോഫിയുടെ പേര് മുമ്പ് പറഞ്ഞ ജൂൾസ് റിമെ എന്നായിരുന്നില്ല. ഈ പേര് പിന്നീട് വന്നതാണ്. 1904 8 രാജ്യങ്ങളുമായാണ് ഫിഫ രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോകുന്തോറും രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഈ സമയത്ത് യുദ്ധകാലത്ത് ഫിഫയുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും ലോകത്ത് നിലച്ചു. അതിനുശേഷം ഇറ്റാലിയൻ കായിക സംഘടനയായ ജൂൾസ് റിമെ ഒരു ഫുട്ബോൾ ലോകകപ്പ് ഇനി അങ്ങോട്ട് പുതിയതായി ലോകത്ത് നിർമ്മിക്കാനായിട്ട് കഠിന ശ്രമം ആരംഭിച്ചു. ഒടുവിൽ 9 വർഷത്തെ കഠിന ശ്രമത്തിന് ഒടുവിൽ 1930 ആദ്യത്തെ ലോകകപ്പ് ഉറുഗ്വേയിൽ വെച്ച് നടന്നു. അന്ന് പ്രത്യേകമായ യോഗ്യത മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. താല്പര്യമുള്ള ഏത് രാജ്യത്തിനും അതിൽ പങ്കെടുക്കാമായിരുന്നു. ആദ്യകാലത്ത് കപ്പലുകളിലായിരുന്നു അന്ന് കളിക്കാൻ ഉറുഗ്വേയിലേക്ക് യാത്ര ചെയ്തത്. യാത്രാ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ പല രാജ്യങ്ങളും അന്ന് അതിൽ പങ്കെടുത്തില്ല. അങ്ങനെ ജൂൾസ് റിമെ ലോകത്ത് അന്ന് പരാജയപ്പെട്ടെങ്കിലും അവരുടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകകപ്പ് എന്ന പേരിൽ ഫിഫ ലോകത്തേക്ക് പുതിയതായി ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലോകകപ്പ് ട്രോഫിയെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം